ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു ബീഫ് കട്ട്ലറ്റാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ തന്നെയും ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതി. അതുപോലെ നമ്മുടെ ചാനലിൽ ഇതുവരെ ബീഫ് കട്ട്ലറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു കടയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 2 സവാള, ഏകദേശം നല്ല വലിപ്പമുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിലും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ 4 കിഴങ്ങാണ്, വലിയ സൈസ് 4 കിഴങ്ങാണ് പുഴുങ്ങി ഉടച്ച് വെച്ചേക്കുന്നത്. അതിന് വേണ്ടിയുള്ള മസാലകളാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ സവാളയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ആ കളറൊന്ന് മാറി വന്നാൽ മതി. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. കാരണം ഒരുപാടങ്ങ് വഴറ്റി പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെയും എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തൊക്കെ എടുക്കുന്നതല്ലേ, അതുകൊണ്ട് ഒരുപാടങ്ങ് വഴറ്റി കിട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ കളറൊന്ന് മാറി വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അതേപോലെ 2 ടീസ്പൂണ് നമുക്ക് മീറ്റ് മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 2 പൊടികൾ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് മാത്രമേ ചേർത്ത് വെക്കണം. പ്രത്യേക ടേസ്റ്റ് ആട്ടോ കിട്ടുന്നത് നമ്മുടെ കട്ട്ലറ്റിന്. വേറെ ഒരു പൊടിയും ചേർക്കരുത്. അപ്പോൾ വേറെ ഒരു ടേസ്റ്റ് ആയിപ്പോവും, എന്തോ ഒരു മസാലയുടെയൊക്കെ ടേസ്റ്റ് ആയിപ്പോൾ നമ്മൾ ബീഫ് കറിയൊക്കെ കൂട്ടുന്ന ഒരു ടേസ്റ്റ് ആയിപ്പോൾ. അങ്ങനെ ചെയ്യരുത്. ആകെപ്പാടുന്ന ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയും ഈ മീറ്റ് മസാലയും മാത്രമാണ്. പിന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 കിഴങ്ങാണ് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ആ ഉടച്ച് വെച്ചിരിക്കുന്ന നേർപകുതി വേണം നമ്മൾ ബീഫ് എടുക്കാൻ. ബീഫ് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് അത് ഒന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്തതാണ്. അപ്പം നമ്മൾ എത്ര കിഴങ്ങ് പുഴുങ്ങിയത് ഉടച്ചെടുക്കുന്നത് എത്ര അളവുണ്ടോ അതിൻ്റെ നേർപകുതി വേണം നമുക്ക് ബീഫ് ഉടച്ചത് എടുക്കാൻ വേണ്ടി കേട്ടോ. എന്നാലേ ആ കൺസിസ്റ്റൻസി, ആ റേഷ്യോ അങ്ങനെയാണ്. എന്നാലേ നമുക്ക് ആ ഷേപ്പിൽ, കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. കട്ട്ലറ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം അറിയാവുന്നവർ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം ബീഫിനകത്ത് കുറച്ച് ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ബീഫും കൂടെ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി കിഴങ്ങ് പുഴുങ്ങി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പുഴുങ്ങി നന്നായിട്ട് ഉടച്ച് വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് ഉടച്ച് ചേർക്കണം. കഷ്ണങ്ങളോ ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് ആറാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി ഞാൻ എടുക്കുന്നത് ബ്രെഡിൻ്റെ പൊടിയാണ്. ഇത് ഞാൻ നേരത്തെ ബ്രെഡിൻ്റെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതിൻ്റെ ബാക്കി വന്ന ബ്രെഡ് കൊണ്ട് ഇതുപോലെ ആ ബ്രെഡ് എടുത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡ് പൊടി പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അത് ഫ്രിഡ്ജിൽ ഇരുന്നോളും കേട്ടോ. സ്റ്റോർ ചെയ്ത് ഒരു 5 മാസം വരെയൊക്കെ ഇരുന്നോളും, ചീത്തയാവാതെ ഇരുന്നോളും. നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒന്ന് ചട്ടിയിൽ പാനിനകത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം പൊടിച്ചൊന്ന് ആറിയതിന് ശേഷം അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. പിന്നെ കട്ട്ലറ്റ് മുക്കി എടുക്കാൻ വേണ്ടി 2 മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വെക്കാം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന മസാലയൊക്കെ അതൊന്ന് കുറച്ചെടുത്ത് ഉരുള പിടിച്ചിട്ട് ഇതേപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയിട്ട് പിന്നെ നമുക്ക് മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുക്കാം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലയോ, ഞാൻ പ്രത്യേകിച്ച് അതെടുത്ത് പറയുന്നില്ല. അപ്പോൾ അതെല്ലാം ഞാൻ ഇതേപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ട് അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വറുക്കാൻ എടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകത്തില്ല. പൊടിഞ്ഞു പോകാതെ നല്ല ഷേപ്പിൽ കട്ട്ലറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വറുക്കാൻ എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ ഞാൻ വറുക്കാൻ എടുക്കുന്നുള്ളൂ. ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഇപ്പോൾ കട്ട്ലറ്റ് വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അപ്പം ചൂടുന്ന ചട്ടിയാട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതാകുമ്പോൾ നമുക്ക് എണ്ണ കുറച്ച് മതി. അതുപോലെ നമുക്ക് കട്ട്ലറ്റ് മുങ്ങിക്കിടക്കുകയും ചെയ്യും. പാൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അത് ശരിയായിട്ട് രീതിയിൽ കട്ട്ലറ്റ് മുങ്ങിക്കിടക്കത്തുമില്ല. അപ്പോൾ ഇത് എണ്ണ ലാഭിക്കുകയും ചെയ്യാം, കട്ട്ലറ്റ് നല്ല രീതിയിൽ വറുത്തെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം കട്ട്ലറ്റ് വറുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇടുകയും ചെയ്യരുത്, അതേപോലെ ലോ ഫ്ലെയിമിൽ ഒട്ടും ഇടരുത്. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കുകയും ചെയ്യും. ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പം നല്ലത് എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുന്നതാണ്. ഞാനിപ്പോൾ ഓരോന്ന് വിധം ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പം ഒന്നിച്ചിട്ട് കൊടുത്താൽ ഒന്നാമത് കുഴിവുള്ള ചട്ടിയാണ്. അപ്പം ചിലപ്പം നന്നായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തിരിച്ചു മറിച്ച് വിടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടാണ് വറുത്തെടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാമല്ലോ, കാരണം ഉള്ളൊന്നും വേവേണ്ട ആവശ്യമില്ല. പുറമേ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഓരോന്നോരോന്ന് വീതം നമുക്ക് ഇട്ടൊന്ന് പെട്ടെന്ന് വറുത്തെടുക്കാം. അപ്പോൾ
ഈ ഭാഗം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം മൊരിയുന്നതനുസരിച്ച് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല ഡാർക്ക് ബ്രൗണിൽ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറക്കാൻ ഇട്ടേച്ച് നമ്മൾ എങ്ങോട്ടും പോയേക്കരുത്, അപ്പോഴത്തേക്ക് കരിഞ്ഞു പോകും. കാരണം ബ്രെഡ് പൊടിയല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മളത് അടുത്ത് തന്നെ നിന്ന് വേണം വറുത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത കട്ലറ്റ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ വല്ലതും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പുറമേയുള്ള എണ്ണമയം എല്ലാം നന്നായിട്ട് അങ്ങ് വരിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത് മാറ്റിയതിന് ശേഷം അടുത്തതും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനതുപോലെ പറഞ്ഞതുപോലെ ഓരോന്നോരോന്നും മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് കുറച്ച് വലിപ്പമുള്ള കട്ലറ്റാണ്, അപ്പോൾ രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ ശരിയാവത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള മാത്രം ഞാൻ വറുത്തെടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇതേപോലെ വീട്ടിലൊന്നും ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.